ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ച് ഇതേപോലെ DNA റെപ്ലിക്കേഷൻ്റെ ഏത് മോഡാണെന്ന് അറിയാൻ വേണ്ടി സിമിലർ എക്സ്പെരിമെൻറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. സോ സിമിലർ എക്സ്പെരിമെൻറ്റ്സ് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ച് ടു ഡിറ്റക്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് DNA ഇൻ ദ ക്രോമസോം. സോ ക്രോമസോമുകളിൽ DNA പുതിയ DNA എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യണമെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റുകൾ നടത്തി. അത് ഏതിലാണ്? വിസിയ ഫേബ ബീൻസിലാണ് ആ എക്സ്പെരിമെൻറ്റുകൾ നടത്തിയത്. അത് നടത്തിയത് ടെയ്ലറും ആൻഡ് കൊളീഗ്സുമാണ്. ടെയ്ലറും കൊളീഗ്സും കൂടി 1958 ഇതുപോലത്തെ എക്സ്പെരിമെൻറ്റുകൾ, നമ്മളെ DNA റെപ്ലിക്കേഷൻ മോഡ് അറിയാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റുകൾ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചിട്ട് നടത്തി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റക്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പുതുതായി സിന്തസൈസ് ചെയ്യുന്ന ഉണ്ടാകുന്ന DNA ക്രോമസോമുകളിൽ ഈ വിസിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് പോലെയുള്ള ഇതിൽ എങ്ങനെയാണ് പുതിയതായിട്ട് DNA സിന്തസൈസ് ചെയ്യണത്, ഏത് മോഡിലാണ് അത് അതിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണത് എന്നറിയാൻ വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചിട്ട് ഇതേപോലെ സിമിലർ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു. സോ ടെയ്ലർ ആൻഡ് കോളീഗ് 1915 ചെയ്ത് എക്സ്പെരിമെൻറ്റിലൂടെ അവർ പ്രൂവ് ചെയ്തതാണ് പ്രൂവ്ഡ് ദാറ്റ് DNA ഇൻ ക്രോമസോം ഓൾസോ, ക്രോമസോമുകളിലുള്ള DNAയും ഇതുപോലെ തന്നെ സെമി കൺസർവേറ്റീവ്ലി തന്നെയാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ DNAയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഥവാ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡിലൂടെ തന്നെയാണെന്ന് ടെയ്ലർ ആൻഡ് കൊളീഗും ഇവരുടെ ഈ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തു.